സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അനുമതി ലഭിച്ചേക്കില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണമുണ്ടായിരുന്നത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രവർത്തനത്തിലേക്ക് മാത്രം ഒതുങ്ങണം. BJP-യുടെ അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് പുറത്തു വന്നു അദ്ദേഹത്തിന് കൂടുതൽ ചുമതലകൾ നൽകിയിട്ടുണ്ട്, അഭിനയിക്കാൻ പ്രധാനമന്ത്രിയുടെ അനുമതി ലഭിച്ചു എന്നത് അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം വീണ്ടും ഒറ്റക്കൊമ്പൻ സിനിമയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇനി സുരേഷ് ഗോപിക്ക് ധൈര്യമായി സിനിമയിൽ അഭിനയിക്കാം. BJP ദേശീയ നേതൃത്വത്തിന്റെ അനുമതി കിട്ടി എന്നാണ് വാർത്തകൾ വരുന്നത്. ഈ സുരേഷ് ഗോപിയെ കാണുമ്പോൾ ചൊറിച്ചിൽ കൂടുന്ന ചില മാപ്രകളുണ്ട്. സുരേഷ് ഗോപിയെ കാണുമ്പോൾ മാത്രമേ അവർക്ക് ചൊറിച്ചിലുള്ളൂ, മറ്റാരെ കാണുമ്പോഴും അവർക്ക് ചൊറിച്ചിലില്ല. ഈ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ ഹെഡായ വടയർ സുനിൽ സാറുമായിട്ടൊരു ടോക്കിൽ നിന്നപ്പോൾ സാറ് പറഞ്ഞത് BJP-യെ കടന്നാക്രമിക്കാനായി സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങൾ ഇവർ എടുത്ത് ലൈബ്രറികളിൽ സൂക്ഷിക്കും, എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതിനെയിട്ട് അലക്കും. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു ഇമേജ് BJP-യെ കുറിച്ചും സുരേഷ് ഗോപിയെ കുറിച്ചും ഒക്കെ ഒരു ഇമേജ് തകർച്ച ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കിടന്ന് ഈ അഭ്യാസങ്ങളും നാടകങ്ങളും ഒക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു സിനിമാ നടനാണെങ്കിൽ പോലും സിനിമയ്ക്കകത്തുള്ള അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂസ് ഒക്കെ, വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ സുരേഷ് ഗോപി തന്നെയാണ് അപ്പോഴത്തെ സുരേഷ് ഗോപിയും. ചോദ്യം ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ കൊടുത്തും കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കി ഒക്കെ പോകുന്ന ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. അതിലൊരു സംശയവും വേണ്ട. ആ സുരേഷ് ഗോപി തന്നെയാണ് ഇന്നും ജനങ്ങളുടെ മുന്നിൽ താൻ നിൽക്കുന്നതും സംസാരിക്കുന്നതും. സുരേഷ് ഗോപി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എടുത്തല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. തനിക്ക് കിട്ടുന്ന MP ഫണ്ടിൽ നിന്നും, അല്ലെങ്കിൽ നേരത്തെ രാജ്യസഭാ MP ആയിരുന്ന സമയത്ത് അല്ലെ, രാജ്യസഭ MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഫണ്ടിൽ നിന്നുമൊക്കെ എടുത്ത്, പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന പൈസയിൽ നിന്നും ഇതൊക്കെ എടുത്താണ് അദ്ദേഹം ജനങ്ങളെ സേവിച്ചിരുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. ഞാൻ കോടീശ്വരൻ എന്ന പരിപാടിയിൽ ആങ്കർ ആയിരുന്നു അദ്ദേഹം. അതിൽ വരുന്ന തനിക്ക് ബോധ്യപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ അതിൽ നിന്നുള്ള വരുമാനമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഈ മാപ്രകൾക്ക് ഈ ചൊറിച്ചിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപി നോക്കൂ, ഈ സുരേഷ് ഗോപി ജനപ്രതിനിധി ആകുന്നതിന് മുൻപ് തൃശ്ശൂരിന് വേണ്ടി 751 കോടി രൂപ ചിലവാക്കി എന്നാണ് പറയുന്നത്. MP ആകുന്നതിന് മുൻപ്. അതായത് തൃശ്ശൂർ മാർക്കറ്റ്, ശക്തൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള, ഗുരുവായൂർ അമ്പലം ഉൾപ്പെടെയുള്ള, അമൃത് പദ്ധതി നടപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സുരേഷ് ഗോപി 751 കോടി രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ, ഇടതുപക്ഷ അനുഭാവിയായ, ഇടതുപക്ഷം മാത്രം നന്നാവണം, നല്ലതാകണം, അവിടുത്തെ മന്ത്രിമാർ മാത്രമാണ് നല്ലത് എന്ന് പറയുന്ന മാധ്യമ വീരസിംഹമെന്ന് അറിയപ്പെടുന്ന വേണു ബാലകൃഷ്ണനാണ് ഈ പറഞ്ഞത്. സുരേഷ് ഗോപി MP ആകുന്നതിന് മുൻപ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, അതായത് മോദി പറയുന്ന ഗ്യാരണ്ടികൾ അതുപോലെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരാൾ, അതാണ് സുരേഷ് ഗോപി. മോദി ജനങ്ങളോട് പറയുന്ന ഗ്യാരണ്ടി തൃശ്ശൂർ മേയറും പറഞ്ഞു. തൃശ്ശൂർ മേയർ പറഞ്ഞു. അതിന് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു, അദ്ദേഹം ചാടി, അദ്ദേഹം നിന്നു, അദ്ദേഹം കിടന്നു. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഒരിടവും പോയിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ, ഈ അസ്വസ്ഥരാകുന്ന സുരേഷ് ഗോപി കാണുമ്പോൾ അസ്വസ്ഥരാകുന്ന ചില മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്ക് അമിത്ഷാ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു നിർദ്ദേശം നൽകി. അങ്ങനെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കേണ്ട, അങ്ങനെ താടി അദ്ദേഹം വടിച്ചത് സിനിമയിൽ ഇനി അഭിനയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ കുറച്ച് വിവരങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇനി സിനിമയിലില്ല സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കിംഗ് വാർത്തകളൊക്കെ കൊടുത്ത് ഇവിടുത്തെ വമ്പന്മാരായ മാധ്യമ പ്രവർത്തകരുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്താണ്? ഒരു പോസ്റ്റർ, അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു പോസ്റ്റർ എടുത്തിട്ട് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. കൊണ്ട് സംസാരിച്ചു പോലുമില്ല. ഈ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് അതാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ മനസ്സിലാക്കാൻ ഇവിടുത്തെ മാപ്രകൾക്ക് ചൊറിച്ചിൽ, എല്ലാ മാധ്യമങ്ങളെ അല്ല, സുരേഷ് ഗോപിയുടെ നന്മകളും ഒരു ജനപ്രതിനിധി ചെയ്യുന്ന കാര്യങ്ങളും ഒരു ജനപ്രതിനിധിയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായി ജനങ്ങൾക്കും കൂടി മനസ്സിലാകുന്നത് കൊണ്ടാണ് അവർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ
ജനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ആദ്യത്തെ 2 ഷെഡ്യൂളിൽ 8 ദിവസത്തെ സമയമാണ് ഞാൻ മനസ്സിലാക്കിയതെങ്കിൽ ദിവസങ്ങളാണ് കേന്ദ്രം അനുമതി നൽകിയത്. സുരേഷ് ഗോപിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം, അതായത് അദ്ദേഹം പറയുന്നത് MP ആകുന്നതിന് മുൻപ് ഞാൻ ഏറ്റെടുത്ത സിനിമകൾക്ക് വേണ്ടി അഡ്വാൻസ് വാങ്ങിയിരുന്നു, അതുകൊണ്ട് തനിക്കിനി അവരെ നിരാശപ്പെടുത്താൻ കഴിയില്ല, കാരണം അവരുടെ പണവും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് തനിക്ക് അഭിനയിച്ചേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോ ആദ്യ ഷെഡ്യൂളിൽ 8 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി വീണ്ടും താടി വളർത്തി തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഈ മാസം 29 മുതൽ ജനുവരി 5 വരെ ആയിരിക്കും സുരേഷ് ഗോപി ഒറ്റക്കൊമ്പനിൽ അഭിനയിക്കാനെത്തുക. അദ്ദേഹം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ ടൂറിസം കൂടി അദ്ദേഹത്തിന്റെ കീഴിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരിച്ച ഒരുപാട് ജോലികൾ അതിൽ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ തൃശ്ശൂരിന്റെ MP കൂടിയാണ് അദ്ദേഹം. അപ്പോൾ തൃശ്ശൂരിൽ വന്ന് അതിൻ്റെതായ കാര്യങ്ങൾ, തൃശ്ശൂരിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലായാലും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളായാലും അതെല്ലാം അദ്ദേഹത്തിന് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് ചെയ്യണം. അതിന്റെ കൂടി സമയത്തിനിടയ്ക്കാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. ഈ പണം വാങ്ങി അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്നതല്ല. ഈ കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ എന്താ പറയുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ചിലവാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്ത മാപ്രകളെ നിങ്ങൾ എത്ര കിടന്ന് തുള്ളിയാലും, നിങ്ങൾ എത്ര കിടന്ന് തിളച്ചാലും, നിങ്ങൾ ഇനി എത്ര അസഭ്യങ്ങൾ പറഞ്ഞാലും, ഇല്ലാ കഥകൾ തൊടുത്തു വിട്ടാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒറ്റക്കൊമ്പന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ ജനങ്ങളുണ്ട്. ഇനിയും തീർച്ചയായിട്ടും സുരേഷ് ഗോപി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് മത്സരിച്ചാലും BJPക്ക് ഒരു സീറ്റ് ഉണ്ടാകും, അത് ഉറപ്പ് തന്നെയാണ്. കേരളത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഒരു ഇരുത്തം വന്നു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി. കാരണം ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് ഒരു തുടക്കത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഇനി വികസനങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് അദ്ദേഹം പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് കരുതാമെന്ന് മാത്രമല്ല നമ്മൾക്കത് ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ. സുരേഷ് ഗോപി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് നിരവധിയായ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷന്റെ രൂപരേഖ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പദ്ധതി രൂപരേഖ അദ്ദേഹം മുമ്പിൽ വെച്ചിരുന്നു. അതിന്റെ മാതൃക കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു അന്താരാഷ്ട്ര രീതിയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒക്കെ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ വരാൻ പോകുന്നത്. അതെ, മെട്രോ സംസാരം നടന്നിട്ടുണ്ട്. മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പം വിമാനത്താവളങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന, എയർപോർട്ടുകളിൽ നമുക്ക് ലഭിക്കുന്ന അതേ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യവ്യാപകമായി വരുത്താനുള്ള ഒരു ശ്രമം കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്, റെയിൽവേയും ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരുപക്ഷെ തൃശ്ശൂരായിരിക്കാം ഒരുപക്ഷെ ഈ തരത്തിലുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ തിരുവനന്തപുരത്തും കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും അത് വർദ്ധിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പടിപടിയായി എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളും അങ്ങനെയാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ ഗ്രാമവികസനമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് മുക്കുവന്മാരായിട്ടുള്ള ആളുകളുടെ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ അവർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു വലിയ പദ്ധതി രേഖ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിനെ വെച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് അദ്ദേഹം ഈ സിനിമകളും ചെയ്തു പോകുന്നത്. കാരണം സുരേഷ് ഗോപിയാക്കിയത് മലയാള സിനിമയാണ്. ആ മലയാള സിനിമയെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒറ്റക്കൊമ്പനടക്കമുള്ള സിനിമകൾ പൂർത്തീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അത്യാവശ്യമാണ്. പാലായിലാണ് എനിക്ക് തോന്നുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഷൂട്ടാണ് ഇനി വരാൻ പോകുന്നത്. പള്ളിയിലെ പെരുന്നാളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഷൂട്ട് വരുന്നത്. ആ ഒരു സമയത്താണ്. അപ്പോൾ അതൊക്കെ കൃത്യമായ സമയത്ത് പൂർത്തീകരിച്ച് ഒരേ സമയം സിനിമയിലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.